ഹലോ ഗായ്സ്, നമുക്ക് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റുന്ന പരിപ്പറി ഒന്ന് ഉണ്ടാക്കിയാലോ? കൊല്ലം തിരുവനന്തപുരംകാർക്കൊക്കെ സദ്യ എന്ന് കേട്ടിട്ട് പരിപ്പറി നിർബന്ധമാണ്. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് മലപ്പുറത്തോട്ടൊക്കെ പരിപ്പറി ഇല്ല. ഇവിടെ സാമ്പാറാണ് ആദ്യം വിളമ്പുക. ആദ്യം ചട്ടി ചൂടാക്കി നമുക്ക് അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. മൂത്ത് വന്നതുകൂടി ആളെ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ മൂപ്പ് കൂടി പോകും. ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചും പരിപ്പറി ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിലും ടേസ്റ്റും കാണാൻ ലുക്കും എനിക്ക് ഇതിലാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നവരും അതുപോലെ ഇതുവരെ പരിപ്പറി ഉണ്ടാക്കാത്തവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. പൂർണ്ണമായും പൊടിച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ മിക്സി ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ നല്ല വൃത്തിയുള്ള തറ നല്ലോണം തൂത്ത് തുടച്ച് അതൊന്ന് കഴുകി അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ആ തറയിലിട്ട് കുഴവി വെച്ചാണ് ഈ പയർ പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ പൊടിച്ച പയർ പാറ്റി പറക്കുമ്പോൾ ഒരു പൊടി കിട്ടുമല്ലോ, ആ പൊടി കളയത്തില്ല. അതിനകത്ത് പഞ്ചസാരയും തേങ്ങയിട്ട് കുട്ടികൾക്ക് തരും. പണ്ടൊക്കെ ഇതൊക്കെ ഓണം വന്നു എന്ന് നമുക്ക് വിളിച്ചറിയിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഇതൊക്കെ ആരെങ്കിലും ചെയ്യുമോ എന്തോ അല്ലേ? ഇത് പാറ്റി പറക്കി വെച്ചിരിക്കുന്ന ചെറുപയർ ജാലോട്ട് മാറ്റാം. അതിലേക്ക് മഞ്ഞപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിൽ മീഡിയം തീയിൽ അടുപ്പിച്ചിങ്ങ് എടുക്കുക. ലെയർ പൂർണ്ണമായും പോയെന്ന് വെച്ചാൽ നമ്മൾ ചെറുപയർ നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം നമുക്കത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒഴിച്ചുകറി ഏതാ? എനിക്ക് പരിപ്പറിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് മോരാണോ, സാമ്പാറാണോ, രസമാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വലിയൊരു സദ്യപ്രേമിയൊന്നുമല്ല. ഞാൻ ഒരുപാട് സദ്യ ഇഷ്ടപ്പെടുക, ഒരുപാട് സദ്യകൾ കഴിക്കുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് സദ്യ കഴിക്കുമ്പോൾ പരിപ്പറി നിർബന്ധമാണ്. എനിക്ക് പരിപ്പറി ഉണ്ടെങ്കിൽ ആ സദ്യ കഴിച്ചിട്ട് ഫീൽ എനിക്ക് കിട്ടാറുള്ളൂ. ചെറുപയർ ഉടച്ച് മാറ്റിയ ശേഷം നമുക്ക് ചെറുപയറിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അത് നമ്മൾ എടുക്കുന്ന ചെറുപയറിനനുസരിച്ച് തേങ്ങ, ഒരു കൊച്ചുള്ളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ല മഷി പോലും അരച്ചെടുക്കണം. ഞാനൊരു 3/4 കപ്പ് തേങ്ങ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പറി, മോരുകറി, പച്ചടി, കിച്ചടി ഇങ്ങനെയുള്ള ഐറ്റംസ് വെക്കുമ്പോൾ തേങ്ങയുടെ അടിഭാഗമില്ല, കറുത്ത വരുന്ന ഭാഗം, ആ ഭാഗം എടുക്കല്ലേ കേട്ടോ. ആ ഭാഗം നിങ്ങൾ ഒഴിവാക്കണം. അല്ല, തേങ്ങയുടെ മുകളിലത്തെ ഭാഗം നല്ല വെളുത്തിരിക്കുന്ന ഭാഗം തന്നെ നിങ്ങൾ വെച്ച് ചെയ്യണം. എന്നാലേ ആ കറിക്കിയുടെ ലുക്കും നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആയെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളായെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. കാരണം തേങ്ങയുടെ അടിഭാഗം ഈ ഒഴിച്ചു കറിക്കും പച്ചടിക്കും കിച്ചടിക്കൊക്കെ എടുക്കാത്തവരായെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ എടുക്കാറില്ല. ഞങ്ങളുടെ ഭാഗങ്ങൾ ഇങ്ങനെയുള്ള കറികൾക്ക് എടുക്കാറില്ല. മറ്റേതെങ്കിലും കറികൾക്കോട്ട് മാറ്റി വെക്കും. ഇനി നമ്മുടെ പരിപ്പയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് കടന്നാലോ? ഇനി അത് വലിയ പണികളൊന്നുമില്ല. നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന പണികൾ ഇതിനകത്ത് തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ചെറുപയർ ഉടച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്ക് നേരെ ഗ്യാസിലോട്ട് മാറ്റാം. നമ്മൾ മഷി പോലെ അരച്ചിട്ട് നമ്മളെ തേങ്ങക്കൂട്ടില്ലേ, തേങ്ങയും ചെറുജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നമ്മൾ അരച്ചിരിക്കുന്ന പേസ്റ്റില്ലേ, ആ പേസ്റ്റ് ഇതിലേക്ക് തട്ടുക. തട്ടിട്ട് നമുക്ക് നമ്മളെ പരത്തിന് നമുക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ചിലപ്പോൾ ഇത് അടുക്കി പിടിക്കും. പരിപ്പറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഓവറായിട്ടൊന്നും തിളപ്പിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു ചെറിയ തിളരും നമുക്കിത് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് ഒരു ടീസ്പൂൺ നെയ്യും കറിവേപ്പിലയും ഇട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. നെയ്യ് ചേർക്കണ ഒരു നിർബന്ധമില്ല. എൻ്റെ മക്കൾ നെയ്യ് ഇഷ്ടമായതുകൊണ്ടാണ് നെയ്യ് ചേർത്തത്. പച്ച വെളിച്ചെണ്ണ ചേർത്താൽ മതി. പച്ച വെളിച്ചെണ്ണ കറിവേപ്പിലയും കൂടെ അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഇത് ഇരിക്കുന്നതോറും ഒന്നുകൂടി കുറുവും കേട്ടോ. താളിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. 2 രീതിയിൽ ചെയ്യാറുണ്ട്. കടുക്, കൊച്ചുള്ളി, വറ്റൽമുളക്, കടുക്, വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്ത് കടുക് താളിച്ച് ഇതിനകത്ത് ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഗീവയുടെ കാര്യം ആരും മറക്കല്ല. ഗീവയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഷോർട്സിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.